എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 8, 9 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ടെസ്റ്റിലും ഏകദിനത്തിലും T20യിലും ഒന്നാം റാങ്ക് നേട്ടക്കാരനാകുന്ന ആദ്യ ബോളർ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേദികൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാ വേദികളും പഠിച്ചു വെക്കുക. വേദികളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണെങ്കിലും ഷുവർ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഉത്തരം ഏതാണ്? ലഡാക്കും ഗുൽമാർഗും ആണ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ ഏതൊക്കെയാണ്? ലഡാക്ക്, ഗുൽമാർഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം വേദി. മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ വേദി എവിടെയാണ്? കനകക്കുന്ന്, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് കനകക്കുന്ന്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവ വേദി കനകക്കുന്ന്, തിരുവനന്തപുരം. ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിന്റെ വേദി. സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. എവിടെയാണ്? തൃശ്ശൂർ. നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, കേരളം ആദ്യമായി പാരിസ്ഥിതിക ബജറ്റ് അവതരിപ്പിച്ച വർഷം. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഏത് വർഷമായിരിക്കും? 2024. ഓക്കെ, അതായത് കറണ്ട് അഫയേഴ്സ് ആണല്ലോ. അപ്പം കേരളം ആദ്യമായി പാരിസ്ഥിതിക ബജറ്റ് അവതരിപ്പിച്ച വർഷം ഏതായിരിക്കണം? 2024. നമുക്ക് നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പുതുതലമുറയിലെ ലഹരി ഉപയോഗം തടയുവാനായി തീരദേശ മേഖലകളിൽ ഫിഷറീസ് വകുപ്പ്, ഓർത്തിരിക്കുക, ഏത് വകുപ്പ്? ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ലഹരി വിമുക്ത തീരം. പദ്ധതികളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഓർത്തിരിക്കാം. അപ്പൊ അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക? ഏത് വകുപ്പിന്റെ പദ്ധതിയാണെന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ ഈ പദ്ധതി, അതായത് ലഹരി വിമുക്ത തീരം എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്ന വകുപ്പ് ഏതാണ്? ഫിഷറീസ് വകുപ്പാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ വിരമുക്ത ദിനം. ദേശീയ വിരമുക്ത ദിനം എന്നാണ്? ഫെബ്രുവരി 8 ആണ്. എന്നാണ്? ഫെബ്രുവരി 8. അപ്പൊ നമ്മൾ ഫെബ്രുവരിയിൽ വേറെ കുറച്ച് ദിവസങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നോ? നമുക്കതൊന്ന് നോക്കി വരാം. ഫെബ്രുവരി 7 എന്തായിരുന്നു? ആവർത്തന പട്ടിക ദിനമായിരുന്നു. ഓക്കെ, അപ്പൊ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിരുന്നു. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിരുന്നു. അപ്പൊ ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമായിരുന്നു. ദിനങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഒരു ദിനമാണ്, ദേശീയ സെൻസസ് ദിനം എന്നാണ്. ചോദ്യം എന്താണ്? ദേശീയ സെൻസസ് ദിനം എന്നാണ്. ഫെബ്രുവരി 9. അപ്പൊ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ച ആ ഡേറ്റ്സ് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കിയാലോ. ഫെബ്രുവരി 8 നമ്മൾ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ദേശീയ വിരമുക്ത ദിനം. അപ്പൊ ഫെബ്രുവരി 7 എന്താണ്? ആവർത്തന പട്ടിക ദിനം. അപ്പൊ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. അപ്പൊ ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 9ാമത്തെ ചോദ്യം, സാഫ് അണ്ടർ 19 വനിതാ ചാമ്പ്യൻഷിപ്പ് 2024 സംയുക്ത വിജയികളായത് ആരൊക്കെയാണ്? അല്ലെ, ഏതൊക്കെ ടീമാണ്? ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 10ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമായി നിയമിച്ചത് ആരെയാണ്? 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമായി നിയമിച്ചത് ആരെയാണ്? എൻ വാസുദേവനെയാണ്. ആരെയാണ്? എൻ വാസുദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, നമുക്ക് നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 11ാമത്തെ ചോദ്യം, അടുത്തിടെ 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി. അടുത്തിടെ 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി ഏതെന്നാണ് ചോദ്യം. കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഏത് കമ്പനിയാണ്? മൈക്രോസോഫ്റ്റ്. നമുക്ക് നമ്മുടെ 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 12ാമത്തെ ചോദ്യം എന്താണ്? അടുത്തിടെ 135ാം സ്ഥാപിത വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം. അടുത്തിടെ 135ാമത് സ്ഥാപിത വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ്? കോന്നി റിസർവ് വനമാണ്. ഏതാണ്? കോന്നി റിസർവ് വനം. കോന്നിയെ കുറിച്ച് നമ്മൾ റീസെന്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ, നമ്മുടെ 13ാമത്തെ ചോദ്യം, കുടുംബശ്രീയുടെ ആദ്യ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കുടുംബശ്രീയുടെ ആദ്യ പ്രീമിയം കഫേ പ്രവർത്തിച്ച ജില്ലയാണെങ്കിൽ എറണാകുളം, സ്ഥലമാണെങ്കിൽ അങ്കമാലി. എന്താണ് പ്രീമിയം കഫേ? മെച്ചപ്പെട്ട സൗകര്യങ്ങളും വിഭവങ്ങളുമായിട്ട് കുടുംബശ്രീ പ്രീമിയം കഫേകൾ
കേരളത്തിലുടനീളം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ശീതീകരിച്ച ഭക്ഷണശാല, ടേക്ക് അവേ കൗണ്ടറുകൾ, ഓൺലൈൻ ബുക്കിംഗ്, ചെറിയ ലൈബ്രറി തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു കഫയാണ് ഈ പ്രീമിയം കഫേ കൊണ്ട് കുടുംബശ്രീ ഉദ്ദേശിക്കുന്നത്. 18 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന കഫേകളായിരിക്കും കുടുംബശ്രീയുടെ പ്രീമിയം കഫേകൾ. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? കുടുംബശ്രീയുടെ ആദ്യ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? അങ്കമാലി, എറണാകുളം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ PSC വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്